ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്നത് സാംസങ്ങിൻ്റെ ഗാലക്സി A35 5G എന്ന മോഡലാണ്. ഇതിൻ്റെ ബോക്സ് ഒന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇത് ഐസ് ബ്ലൂ കളറിലുള്ള 8GB റാമും 256GB മെമ്മറിയുമുള്ള മോഡലാണെന്ന് കാണാം. ആദ്യമായി നമുക്കിതിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സിനുള്ളിൽ ഹാൻഡ്സെറ്റും കേബിളും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ചാർജർ ഇപ്പോൾ സാംസങ് ഫോണുകളിൽ അവൈലബിൾ അല്ല എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഫോണിനെ അടുത്ത് പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ 120 Hz റിഫ്രഷ് റേറ്റ് വരുന്ന 100 Hz ബ്രൈറ്റ്നസോട് കൂടിയ 6.6 ഇഞ്ചിൻ്റെ സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. അതിന് വിക്ടസ് പ്ലസ് ഗോൾഡ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും ഉണ്ട്. 8.2 mm തിക്നെസ്സും 200 ഗ്രാമിന് മുകളിൽ വെയിറ്റുമാണ് ഇതിന് വരുന്നത്. അത് കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു മിഡ് റേഞ്ച് ഫോൺ ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്, എന്നാൽ ബാക്ക് ഗ്ലാസ് ആണ്. ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ തന്നെ എക്സിനോസിൻ്റെ ചിപ്സെറ്റാണ് വരുന്നത്. അത് 5 nm ചിപ്സെറ്റാണ്. ഇതിനോടൊപ്പം മാരിയോയുടെ GPU ഉണ്ട്. 6GB ആൻഡ് 8GB എന്നീ രണ്ട് റാം ഓപ്ഷനോട് കൂടി വരുന്ന ഇതിൻ്റെ മെമ്മറി 128GB 256GB എന്നിങ്ങനെയുള്ള രണ്ട് ഓപ്ഷനും അവൈലബിൾ ആണ്. 5000 mAh ബാറ്ററി, 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടീവ് ആണ്. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ, NFC, IP67 വാട്ടർ ഓർ ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. ക്യാമറ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ മെയിൻ ക്യാമറ ആയിട്ട് വരുന്നത്. അതിൽ 15 MP വൈഡ് ആംഗിൾ ലെൻസും 8 MP അൾട്രാ വൈഡ് ലെൻസും 5 MP മാക്രോ ലെൻസുമാണ് വരുന്നത്. മെയിൻ ക്യാമറ PDAF ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും സപ്പോർട്ടീവാണ്. വീഡിയോ റെക്കോർഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ 30 FPS 4K റെക്കോർഡിങ്ങും 60 FPS ഫുൾ HD റെക്കോർഡിങ്ങും ഇതിൽ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട്. സെൽഫി ക്യാമറ നോക്കുമ്പോൾ 13 MP ലെൻസാണ് വരുന്നത്. ഇതിൽ 40 FPS 4Kയും 30 FPS തന്നെ 180p റെസൊല്യൂഷനോട് കൂടിയ ഫുൾ HD വീഡിയോ റെക്കോർഡിങ്ങും എടുക്കാൻ സാധിക്കുന്നതാണ്. ഐസ് ബ്ലൂ, ലിലാക്, നേവി, ലെമൺ എന്നിങ്ങനെയുള്ള 4 കളർ ഓപ്ഷനോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത്. ഇനി നമുക്ക് ഈ ഫോണിനെ ഒന്ന് അടുത്ത് പരിചയപ്പെടാം. മിഡ് റേഞ്ച് ഫോണാണെങ്കിലും ലുക്ക് വൈസ് ഒരു പ്രീമിയം ഫീൽ തന്നെയാണ് ഇത് നമുക്ക് തരുന്നത്. ഫോൺ ഓൺ ചെയ്ത് നോക്കുമ്പോൾ അമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. സാംസങ്ങിൻ്റെ 1 UI വരുന്ന ഈ ഫോണിന് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ആനിമേഷൻസ് ആണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലെ ബോട്ട് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ ഉള്ളത് ആൻഡ്രോയിഡ് വേർഷൻ 14 ആണെന്ന് കാണാം. അതുപോലെ തന്നെ 1 UI 6.1 ആണ്. എന്നാൽ നമുക്കിതിന് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡിലേക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. നോക്കിക്കഴിഞ്ഞാൽ അപ്ഡേറ്റ് ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്കിതിൻ്റെ ഡിവൈസ് ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 8GB റാമും 256GB ഉള്ള ടോപ്പ് വേരിയൻ്റ് ആണെന്ന് കാണാം. നല്ല ബാറ്ററി ഹെൽത്ത് നൽകുന്ന ഈ ഫോണിന് വളരെ നല്ലൊരു മെമ്മറി ഓപ്ഷനാണ് മുന്നിൽ നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ഇതിൻ്റെ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള ക്യാമറ മോഡ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഈ ഫൺ എന്ന് കാണുന്നത് സ്നാപ്ചാറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ഫിൽറ്റർ മോഡാണ്. പിന്നെ 15 MP മെയിൻ ക്യാമറയാണ് ഇതിന് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ എടുക്കുമ്പോൾ ഫുൾ HDയിലുള്ള 60 FPS 4K 30 FPS വരെ കിട്ടുള്ളൂ. കൂടുതൽ മോഡ്സ് നോക്കിക്കഴിഞ്ഞാൽ പ്രോ മോഡ്, പ്രോ വീഡിയോ മോഡ്, മൈക്രോ മോഡ്, സൂപ്പർ സ്ലോ മോഷൻ എന്നിങ്ങനെയുള്ള മറ്റു മോഡുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഫോണിൽ എടുത്തിരിക്കുന്ന ചില ക്യാമറ സാമ്പിൾസ് നമുക്ക് കാണാം.
വീഡിയോ ആൻഡ് ഓഡിയോ ക്വാളിറ്റി പരിശോധിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ലഭിക്കുന്നത്. ഫുൾ HD 4Kയും വീഡിയോസ് നമുക്ക് ഇതിനകത്ത് പ്ലേ ചെയ്യാവുന്നതാണ്. വളരെ ഇമേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് AMOLED ഡിസ്പ്ലേ നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ ഓഡിയോ പ്ലേ ബാക്കും വളരെ മികച്ചതാണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ പെർഫോമൻസും വളരെ നല്ല രീതിയിൽ നമ്മളെ എക്സ്പീരിയൻസ് നൽകുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഗെയിമിംഗ് ക്വാളിറ്റിയാണ് പരിശോധിക്കുന്നത്. വളരെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ലഭിക്കുന്നുണ്ടെങ്കിലും ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഒരു ഇഷ്യൂ എന്നൊരു വാങ്ങുന്നതാണ്. കൂടുതൽ നേരം കളിക്കുമ്പോൾ നമുക്ക് ആ ഒരു വാർമിങ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും തിരക്കില്ലാത്തൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. സോ മൊത്തത്തിൽ ഒരു മിഡ് ബഡ്ജറ്റിനുള്ള നല്ലൊരു ഫോണാണെന്ന് തന്നെ പറയാം. സാംസങ്ങിലെ ഗാലക്സി A35 5G. ബെസൽസിൻ്റെ തിക്നെസ് പ്രീമിയം ഫീൽഡ് കുറയ്ക്കുന്നുണ്ടെങ്കിലും ചെറിയ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇന്നിവിടെ ഈ ഫോൺ നമുക്കായി തന്നത് പെനാട്രിക് എന്ന മൊബൈൽ ഷോപ്പാണ്. കൂടുതൽ ഇതുപോലുള്ള മൊബൈൽസ് വാങ്ങാൻ സാധ്യതയുള്ളവർക്ക് ഈ ഷോപ്പുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.